ആലുവ ഉളിയന്നൂർ സ്വദേശിനിയും വിധവയുമായ ഹൈറുനിസയ്ക്ക് നേരെ വർക്ക് ഷോപ്പ് നടത്തിപ്പുകാരൻ ആക്രമണം നടത്തിയതായി പരാതി. വർഷങ്ങൾക്ക് മുൻപ് വാടകയ്ക്ക് നൽകിയിരുന്ന കെട്ടിടത്തിൽ നിന്ന് വാടക ലഭിക്കാത്തതിനെ തുടർന്ന് ഒഴിഞ്ഞുമാറുവാൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായതെന്ന് പരാതിയിൽ പറയുന്നു. ഞാൻ ഒരാൾക്ക് വാടക കൊടുത്തിരുന്നു. ഇയാള് ഫ്രോഡാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം നമ്മളെ ഒരുപാട് എപ്പോഴും ഉപദ്രവിക്കും. വാടക വരുന്നില്ല, വന്നിട്ട് ഇതുവരെയായിട്ട് വാടക വന്നിട്ടില്ല. നമ്മൾക്കെതിരെ ഒരുപാട് കളവ് കേസടക്കം കള്ളക്കേസുകള്, ഇടപെടാൻ വരുന്ന ആളുകൾക്കെതിരെ കള്ളക്കേസ് ചുമത്തും. അങ്ങനെ എന്നും വന്ന സാധനങ്ങൾ കുറച്ച് കയറ്റിക്കൊണ്ടുപോകും. വന്നിട്ട് എനിക്കെതിരെ ഞാനാണ് എടുത്തുകൊണ്ടുപോയെന്നും പറഞ്ഞ് കളവ് കേസിടും. അപ്പൊ ഇന്നിപ്പോ അവിടെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പ്രശ്നങ്ങള് ഉണ്ടായത്. നമ്മളുടെ സാധനങ്ങള് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. കെട്ടിടത്തിന്റെ വാടക വരുമാനമാണ് കുടുംബത്തിന്റെ പ്രധാന ഉപജീവന മാർഗമെന്ന് ചൂണ്ടിക്കാട്ടി വാർഡ് മെമ്പറും പ്രദേശത്തെ ചില പ്രമുഖരും ഇടപെട്ട് വാടക നൽകുകയോ കെട്ടിടം ഒഴിയുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ഇതിനു പിന്നാലെ കെട്ടിട ഉടമ ആളുകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കള്ളക്കേസ് നൽകിയതായും ഹൈറുനിസ ആരോപിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അത് കള്ളക്കേസാന്ന് മനസ്സിലായിരുന്നു. അവര് പിന്നെ എഫ്ഐആർ ഇട്ടെങ്കിലും അതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു എഫ്ഐആർ വെച്ചിട്ട് സിവിൽ കേസ് ഫയൽ ചെയ്യുക ചെയ്തത്. ഞങ്ങള് സിവിൽ കേസ് ആള് തന്നെയാണ്. വാടക തരാതെ ഇപ്പൊ സ്ഥലം മെമ്പർ ഇടപെട്ടു. എന്താണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം അല്ലേ, നീ എന്താണ് വാടക കൊടുക്കാത്തതെന്ന് പുറത്ത് നിന്ന് ചോദിച്ചതിന് 6 അംഗ സംഘം പിന്നെ പറഞ്ഞു വിട്ട് വീട് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു. ആള് എഫ്ഐആർ ഇടിച്ചിട്ട് ആ എഫ്ഐആർ വെച്ചിട്ട് വീട് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് 2 മാസത്തെ വാടക പോലീസ് ഇടപെട്ടാണ് വാങ്ങി തന്നത്. അപ്പൊ ആ 2 മാസത്തെ വാടക കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും ഒഴിപ്പിക്കാൻ ശ്രമിച്ചു, 6 അംഗ സംഘത്തെ വിട്ട് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് എഫ്ഐആർ വെച്ചിട്ട് സിവിൽ കേസ് ഫയൽ ചെയ്തു. ഇതിനിടെ വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കെട്ടിട ഉടമ എടുത്തുകൊണ്ട് പോയെന്നാരോപിച്ച് നടത്തിപ്പുകാരനും പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവിടെ നടക്കുന്നില്ലെന്നും പറയുന്നു. അതിനിടെ ഇടുക്കി സ്വദേശി വർക്ക്ഷോപ്പ് ഉടമ അനധികൃതമായി വർക്ക്ഷോപ്പിൽ പ്രവേശിച്ച് അവിടെയുള്ള സാധനങ്ങൾ മാറ്റാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്ത ഹൈറുനിസയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.